പ്രിയ കൂട്ടുകാരെ, നമ്മുടെ നാട്ടിൽ പലർക്കും ഒട്ടും ശ്രദ്ധിക്കാതെ പോയ ഒരു ചെറുചെടിയുണ്ട് നമ്മുടെ വഴിയരികിൽ. വീട്ടുവളപ്പിൽ മഴക്കാലത്ത് മണ്ണിൽ തലപൊക്കി നിൽക്കുന്ന ഒരു പച്ചക്കുഞ്ഞ്. അതാണ് കിഴർനെല്ലി. പലരും ഇതിനെ കണ്ട് ഇത് എന്തോ ഒരു പുല്ലാ പോലെയാണ് ഉള്ളത് എന്ന് കരുതി പറിച്ച് എറിഞ്ഞു കളയാണ് പതിവ്. പക്ഷേ ഇതിൻ്റെ ചെറിയ ചെടിയാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ഔഷധത്തിൻ്റെ ശക്തി പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും. നമ്മുടെ ആയുർവേദത്തിൽ ഏറെ പ്രസിദ്ധമായൊരു ഔഷധസസ്യമാണ് കീഴാർനെല്ലി. ഇംഗ്ലീഷിൽ ഇതിനെ സ്റ്റോൺ ബ്രേക്കർ എന്നാണ് പറയാറുള്ളത്. അതായത് കല്ല് പോലും പൊട്ടിക്കും എന്നർത്ഥം. ഇത്ര ശക്തിയുള്ള ഗുണങ്ങളാണ് അതിനുള്ളത്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കിടിലൻ ഔഷധം തന്നെയാണ്. കീഴാർനെല്ലി ഒരു ചെറിയ ചെടിയാണ്. ഏകദേശം ഒരടി ഉയരമുണ്ടാകും. ഇലകൾ ചെറുതും സമചതുരവുമായിരിക്കും. പക്ഷേ ഒരേ വരിയിൽ പന്തലിച്ച് നിൽക്കുന്ന രീതിയിലുമായിരിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നാൽ അതിൻ്റെ കുരു അഥവാ വിത്ത് ഇലയുടെ കീഴ്ഭാഗത്ത് തന്നെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇതിന് കീഴാർനെല്ലി എന്ന പേര് വന്നത്. മഴക്കാലത്ത് കൂടുതലും ഇത് വളരും. മണ്ണ് നനഞ്ഞിരിക്കുമ്പോൾ വീട്ടുവളപ്പിലും വഴിയരികിലും വളരെ എളുപ്പം ഇത് കണ്ടെത്താൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളെന്ന് പറഞ്ഞാൽ കരളിന് നല്ല മരുന്നാണത്. കീഴാർനെല്ലി എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്നതും കരളിനെ തന്നെയാണ്. കരളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കുള്ള മികച്ച ഔഷധമാണ്. മഞ്ഞപ്പിത്തമുള്ളവർക്കിത് വളരെ ഫലപ്രദമാണ്. കരളിലെ വിഷാംശങ്ങൾ നീക്കാൻ സഹായിക്കുന്നു. കരളിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തും. പഴയകാലത്തൊക്കെ നമ്മുടെ അമ്മമാർ എന്താണ് ചെയ്തിരുന്നത്? കീഴാർനെല്ലി ചതച്ച് കഞ്ഞിയിലോ വെള്ളത്തിലോ കലക്കി കുടിപ്പിക്കും. അതുകൊണ്ട് തന്നെ പലർക്കും മഞ്ഞപ്പിത്തം വളരെ വേഗം മാറും. കിഡ്നി സ്റ്റോൺ പൊളിക്കാൻ സഹായിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഗുണം സ്റ്റോൺ ബ്രേക്കർ എന്ന പേരിന് തന്നെ കാരണം ഇതിനതാണ്. കിഡ്നിയിലെ കല്ലുകൾ ചെറിയ കഷ്ണങ്ങളാക്കി തകർക്കാൻ സഹായിക്കും. മൂത്രം വഴി പുറത്തേക്ക് ഇത് പോകുകയും ചെയ്യുന്നു. മൂത്ര സംബന്ധമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അസുഖങ്ങളും കുറയുന്നു. സ്ഥിരമായി കഴിച്ചാൽ കിഡ്നി ആരോഗ്യത്തോടെ നിലനിർത്താൻ വളരെയേറെ സഹായിക്കുന്നു. അതുകൂടാതെ പ്രമേഹം നിയന്ത്രിക്കുവാനും കീഴാർനെല്ലിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുവാനുള്ള കഴിവുണ്ട്. ബ്ലഡ് ഷുഗർ ലെവൽ നിയന്ത്രിക്കുവാനുള്ള സഹായിക്കാൻ കഴിയുന്നതാണ്. ഇൻസുലിൻ പ്രവർത്തനം മെച്ചപ്പെടുത്തും. എന്നാൽ പ്രമേഹമുള്ളവർ ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. വയറ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വയറുവേദന, അസിഡിറ്റി, ദഹന പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്ക് കീഴാർനെല്ലി വളരെ നല്ലൊരു പരിഹാരമാണ്. അത് ദഹനം മെച്ചപ്പെടുത്തും, വയറുവേദന കുറയ്ക്കും, അജീർണം മാറാൻ സഹായിക്കും. ചർമ്മ രോഗത്തിന് ഏറ്റവും നല്ല ഒരു ഔഷധം കൂടിയാണ് കീഴാർനെല്ലി. പുള്ളികൾ, ചൊറിച്ചിൽ, ചർമ്മ അണുബാധകൾ എന്നിവ കുറയ്ക്കും. രക്തം ശുദ്ധീകരിക്കുവാൻ ഇത് സഹായിക്കും. ഇതെങ്ങനെ ഉപയോഗിക്കാം? ജ്യൂസ് രൂപത്തിൽ കീഴാർനെല്ലി നന്നായി എടുത്ത് കഴുകി അരച്ച് നീരെടുക്കാം. രാവിലെ കാലി വയറിൽ ഇത് കുടിച്ചാൽ ഏറ്റവും നല്ല ഫലം കിട്ടും. ഇത് കഷായമാക്കി എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? കീഴാർനെല്ലി, ഇഞ്ചി, ജീരകം എന്നിവ ചേർത്ത് കഷായം ഉണ്ടാക്കി കുടിക്കാം. പൗഡർ രൂപത്തിൽ ഇതെങ്ങനെ ഉപയോഗിക്കാം? ഇത് ഉണക്കി പൊടിച്ച് സൂക്ഷിക്കാം. ആവശ്യമുള്ളപ്പോൾ വെള്ളത്തിൽ കലക്കി കഴിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത് അധികമായി ഉപയോഗിക്കരുത്. ഗർഭിണികൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാവൂ. ചെറിയ കുട്ടികൾ കൊടുക്കുമ്പോൾ അളവ് ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് ഇങ്ങനൊരു അസുഖം വന്നു. മരുന്ന് അധികം കഴിച്ചിട്ടും വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഒരു നാട്ടുകാരൻ പറഞ്ഞത് കേട്ടു. കീഴാർനെല്ലി ജ്യൂസ് കുടിക്കാൻ തുടങ്ങി. 2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആരോഗ്യത്തിൽ വലിയ മാറ്റം. പിന്നെ ഡോക്ടർ പോലും പറഞ്ഞു, നിങ്ങൾ നല്ല രീതിയിൽ കരളിനെ സംരക്ഷിച്ചു എന്ന്. ഇതുപോലെ പഴയ കാലത്ത് നമ്മുടെ അപ്പൂപ്പന്മാർക്കും അമ്മമാർക്കും ഇത്തരം നാടൻ അറിവുകൾ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളതെല്ലാം മറന്നുപോയി. സുഹൃത്തുക്കളെ, ഇന്ന് കാണുന്ന പക്ഷേ ഒരിക്കലും ശ്രദ്ധിക്കാത്ത ഒരു ചെറിയ ചെടിയുണ്ട്. അതാണ് കീഴാർനെല്ലി. ഈ ചെറിയ ചെടി നമ്മുടെ കരളിനെ രക്ഷിക്കും. കിഡ്നിയിലെ കല്ല് പൊളിക്കും, ശരീരം ശുദ്ധമാക്കും. ഇത്രയും ഗുണമുള്ള ഔഷധം നമ്മുടെ വീടിന് മുമ്പിൽ പലരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കാതെ പോകുന്നത് വലിയ നഷ്ടമല്ലേ? കീഴാർനെല്ലി ഒരു സാധാരണ ചെടിയല്ല, പ്രകൃതി നൽകിയ ഒരു അമൂല്യമായ സമ്മാനമാണ്. നാം അത് തിരിച്ചറിഞ്ഞ് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ പല രോഗങ്ങൾക്കും നാടൻ രീതിയിൽ തന്നെ പരിഹാരം കണ്ടെത്താം. നമ്മുടെ ചാനലിൻ്റെ ലക്ഷ്യവും അതാണ്. പക്ഷേ ഒരു കാര്യം മറക്കരുത്, പ്രകൃതി ഔഷധം നല്ലതാണെങ്കിലും ശരിയായ അളവിലും ശരിയായ രീതിയിലും ഉപയോഗിക്കണം. അപ്പോൾ കീഴാർനെല്ലി കണ്ടാൽ ഇനി എന്ത് ചെയ്യും? പറിച്ചു കളയുമോ അതോ ആദരവോടെ സൂക്ഷിക്കുമോ? നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.